അല്ല നോമ്പ് നിർബന്ധമാകുന്നത് ഇന്നത്തെ ഈ രൂപത്തിൽ ഫർളാക്കപ്പെട്ടത് ഒറ്റയടിക്ക് ഫർളായതല്ല, മറിച്ച് ബാക്കിയുള്ള പല ഇബാദത്തുകളെയും പോലെ 2-3 ഘട്ടങ്ങൾ അല്ലെങ്കിൽ 4ഓളം ഘട്ടങ്ങൾ കടന്നു വന്നിട്ടാണ് ഇന്നത്തെ ഈ രൂപത്തിൽ നോമ്പ് നിർബന്ധമായത്. ശ്രദ്ധിച്ചു വെക്കണം കേട്ടോ, കാരണം ഈ വിഷയം നമ്മളിൽ പലർക്കും അറിവില്ലാത്തതാണ്. നമുക്ക് നമസ്കാരത്തെക്കുറിച്ച് അറിയാം, ആദ്യം 50 വക്ത നമസ്കാരമായിരുന്നു, പിന്നെ അത് കുറച്ച് കൊണ്ടുവന്നിട്ടാണ് ഇന്നത്തെ രൂപത്തിൽ 5 വക്തായത്. അതുപോലെ ഹിജറയ്ക്ക് മുമ്പ് ഈ 2 റക്അത്തായിരുന്നു എല്ലാ വക്തും നമസ്കാരം. ഹിജറയ്ക്ക് ശേഷമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മദീനയിൽ വന്നതിന് ശേഷമാണ് ലുഹറും അസറും ഇശാ ഒക്കെ 4 റക്അത്താക്കി മാറ്റിയത്. അതുപോലെ കള്ളുകൂടി നിരോധിച്ചതും ഒറ്റയടിക്ക് നിരോധിക്കുകയായിരുന്നില്ല, നമുക്കറിയാലോ, നമ്മൾ കേട്ടതാണല്ലോ. ഇപ്പോൾ കള്ളുകൂടി തന്നെ ആദ്യം കള്ളിൽ ഉള്ള ദോഷങ്ങൾ അധികമാണെന്ന് ഖുർആനായത്തിറങ്ങി, അതിൽ ഉപകാരങ്ങൾ വളരെ കുറവാണെന്ന് പറഞ്ഞിട്ട് ഖുർആനായത്തിറങ്ങി. രണ്ടാമത് നമസ്കാരത്തിൽ കള്ളുകൂടിയെ നിരോധിച്ചുകൊണ്ടുള്ള ഖുർആനായത്തിറങ്ങി. മൂന്നാമതാണ് ഒറ്റയടിക്ക് കള്ളുകൂടിയെ നിരോധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ അന്നത്തെ കാലത്ത് എല്ലാം കൂടി ഒറ്റയടിക്ക് സഹാബാക്കൾക്ക് നൽകിയാൽ നമുക്കറിയാം, അവരും മനുഷ്യരാണല്ലോ, അവർക്ക് താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നുള്ള പ്രത്യേക കരുണയായിരുന്നു ഓരോ അഹ്കാമുകളും സഹാബാക്കൾക്ക് അത് ഒറ്റയടിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതാണെങ്കിൽ പടിപടിയായിട്ട് ഘട്ടം ഘട്ടമായിട്ട് അവരുടെ മേൽ നിർബന്ധമാക്കാനുള്ളത്. അപ്പോൾ നോമ്പും ഇങ്ങനെ 4ഓളം ഘട്ടങ്ങൾ കടന്നിട്ട് അല്ലെങ്കിൽ 3 ഘട്ടം കടന്നിട്ട് 4ാമത്തെ ഘട്ടമാണ് നമ്മൾ ഇന്ന് പരിചയിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഇന്ന് അനുഷ്ഠിക്കുന്ന റമളാൻ മാസത്തിലെ നോമ്പായിട്ട് നമുക്ക് മേൽ നിർബന്ധമാക്കപ്പെട്ടത്. അതിനെക്കുറിച്ചൊന്ന് പറയാമല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തേക്ക് വന്ന ഉടനെ ആദ്യം നിർബന്ധമായത് മുഹറം 10 നോമ്പ് മാത്രമായിരുന്നു. അതുപോലെ തന്നെ എല്ലാ മാസവും 3 ദിവസം നോമ്പ്. അത് മാസത്തിലെ നടുക്കത്തെ 3 ദിവസമാണോ അല്ല എന്നൊക്കെയുള്ള വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. നമ്മൾ മനസ്സിലാക്കുക, ആദ്യഘട്ടം മുസ്ലിമീങ്ങൾക്ക് മേൽ നിർബന്ധമാകുന്ന നോമ്പ് എങ്ങനെയാണ്? മുഹറം 10 നോമ്പ് നിർബന്ധമായിരുന്നു. പിന്നെ എല്ലാ മാസവും 3 ദിവസം നോമ്പ് നിർബന്ധമാണ്. പിന്നെ ഹിജറ 2ാം വർഷം, ആദ്യത്തെ മദീനയിൽ വന്ന ആദ്യത്തെ വർഷം ഫുൾ ഇങ്ങനെ തന്നെ. 2ാം വർഷം ഷാബാൻ മാസം ആയപ്പോഴത്തേക്ക് അടുത്ത മാസം റമളാനാണ്, റമളാനിൽ നിങ്ങൾ നോമ്പ് നോക്കണമെന്ന് കൽപ്പന ഇറങ്ങി. പക്ഷെ അവിടെ ഇത് 2ാമത്തെ ഘട്ടമാണ്. പക്ഷെ കൽപ്പന ഇറങ്ങിയപ്പോൾ നിർബന്ധപൂർവ്വം നോമ്പ് നോക്കേണ്ട ആവശ്യമില്ലായിരുന്നു, ചോയ്സ് ഉണ്ടായിരുന്നു. നോമ്പ് നോക്കേണ്ടവർക്ക് നോമ്പ് നോക്കാം, അതല്ലാതെ തീരെ കഴിയാത്ത, നോമ്പ് നോക്കാൻ സാധിക്കാത്ത ആളുകൾക്ക് ഭക്ഷണം കൊടുത്താൽ മതി നോമ്പിന് പകരമായിട്ട്. അതാണ് ഫമൻ ഷഹിദ മിൻകും അശ്ശഹ്റ ഫല്യസും. എന്നിട്ട് അതിൻ്റെ തുടർന്ന് പറയുന്നത് അലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ തുആമു മിസ്കീൻ, ഒരു മിസ്കീൻ്റെ ഭക്ഷണം അതിന് പകരമായി. ഇത് എത്രാമത്തെ ഘട്ടം? 2ാമത്തെ ഘട്ടം. ഇഷ്ടമുള്ളവർക്ക് പിടിക്കാം, ഇഷ്ടമില്ലാത്തവർക്ക് അല്ലെങ്കിൽ തീരെ കഴിയാത്തവർക്ക് അതിന് പകരമായിട്ട് ഒരു മിസ്കീന് ഭക്ഷണം കൊടുത്താൽ മതി. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് 3ാമത്തെ ഘട്ടം വന്നു. 3ാമത്തെ ഘട്ടത്തിൽ ഈ ഓപ്ഷൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു മാറ്റി. എല്ലാവരും നിർബന്ധമായിട്ടും റമളാൻ മാസം നോമ്പ് നോക്കണം. പക്ഷെ അന്നത്തെ റമളാൻ മാസത്തെ ഈ നിർബന്ധ നോമ്പിൻ്റെ രീതി, മഗ്രിബ് ബാങ്ക് വിളിച്ച് നോമ്പ് തുറന്നതിന് ശേഷം പിന്നീട് ആരെങ്കിലും ഉറങ്ങി എണീച്ചതിന് ശേഷം പിന്നെ തിന്നാനോ കുടിക്കാനോ ഒന്നും പറ്റൂല. ഒരു ഉദാഹരണം പറയാം. 6 മണിക്കാണ് മഗ്രിബ്. 6 മണിക്ക് മഗ്രിബ് നമസ്കാരം, മഗ്രിബ് ബാങ്ക് കൊടുത്ത് നമ്മൾ നോമ്പ് തുറന്ന് നല്ല പണിയെടുത്ത് ക്ഷീണിച്ച് വന്ന ദിവസം ഒരു മഗ്രിബ് നിസ്കരിച്ച് ഒരു 6-7 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ ഉറങ്ങിപ്പോയി. തറാവിക്ക് വേണ്ടി 7-8 മണിക്ക് പെട്ടെന്ന് നമ്മൾ നെട്ടി എഴുന്നേറ്റ് ഖലാസ് ഉറങ്ങിപ്പോയാൽ പോയി. ഇനി ഭക്ഷണം കഴിക്കാൻ പാടില്ല, വെള്ളം കുടിക്കാൻ പാടില്ല, രാത്രി ഭാര്യമാരുമായിട്ട് ബന്ധം പുലർത്താൻ പാടില്ല. ഇനി എപ്പോഴേ പറ്റൂ? അടുത്ത ദിവസം മഗ്രിബ് ബാങ്ക് കൊടുത്താലേ പറ്റൂ. ഇത് സഹാബാക്കളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അവരിൽ ചിലരെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇതിലുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, മഗ്രിബ് ബാങ്കിൻ്റെ സമയമായി, ഒരാൾക്ക് നോമ്പ് തുറക്കാൻ കഴിഞ്ഞിട്ടാന്ന് വിചാരിക്കുക, അയാൾ യാത്രയിലാണ്, അല്ലെങ്കിൽ സഹാബാക്കളുടെ കയ്യിൽ ചിലപ്പോൾ ഭക്ഷണം ഉണ്ടാവില്ല, അവർ നോമ്പ് തുറന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ ഉറങ്ങിപ്പോയാലും നിയമം ബാധക. പിന്നെ ഇനി അയാൾക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ അടുത്ത ദിവസത്തെ, ഇത് എത്രാമത്തെ ഘട്ടം? 3ാമത്തെ ഘട്ടം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സംഭവം നടന്നത്. ശ്രദ്ധിച്ചേക്കണേ. ഖൈസ് ബിൻ സർമ അൽ അൻസാരി റളിയല്ലാഹു അൻഹു, മാഷാ അല്ലാഹ്, പാവം ഒരു അൻസാരിയായ സഹാബി. റമളാൻ മാസം അദ്ദേഹം വീട്ടിലേക്ക് കടന്നു വന്നു മഗ്രിബ് ബാങ്കിൻ്റെ സമയത്ത്. മഗ്രിബ് കൊടുത്തു. അന്ന് അദ്ദേഹത്തിന് പണിയുള്ള ദിവസമായിരുന്നു. പണി ചെയ്ത് ക്ഷീണിച്ച് അവശനായിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. മഗ്രിബ് ബാങ്ക് കൊടുത്തു. തൻ്റെ ഭാര്യയോട് ചോദിച്ചു, എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്ന് ചോദിച്ചു. ഭാര്യ നോക്കിയപ്പോൾ പാവങ്ങളല്ല അൻസാരികൾ, ഒന്നും കഴിക്കാനില്ല, നോമ്പറക്കാൻ വീട്ടിലൊന്നുമില്ല. ഭാര്യ പറഞ്ഞ്, നിങ്ങളൊന്ന് കാത്തേക്ക്, നിങ്ങൾ ബേജാറാവണ്ട, നിങ്ങൾ പണിയെടുത്ത് ക്ഷീണിച്ച് വന്നതല്ലേ, ഞാൻ അപ്പുറം ഇപ്പുറമൊക്കെ ഒന്ന് പോയി നോക്കട്ടെ, എന്തെങ്കിലും കിട്ടിയാൽ ഞാൻ വേഗം കൊണ്ടുവരാട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഭാര്യ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരിസര വീട്ടിലൊക്കെ പോയി അന്വേഷിച്ച് എന്തെങ്കിലുമൊക്കെ സാധനം കിട്ടുമെന്ന് നോക്കി. പക്ഷേ ഈ പാവപ്പെട്ട മനുഷ്യൻ പണിയെടുത്ത് ക്ഷീണിച്ച് അവശനായി വന്നതുകൊണ്ട് ഭാര്യയെ കാത്തിരിക്കുന്നതിനിടയിൽ ഈ മനുഷ്യൻ അങ്ങ് ഉറങ്ങിപ്പോയി. ഭാര്യ കഷ്ടപ്പെട്ട് വളരെ ത്യാഗം ചെയ്ത് എവിടുന്നോ കുറച്ച് ഫുഡ് കൊണ്ട് വന്ന് നോക്കുമ്പോൾ കാണുന്നത് ഉറങ്ങുന്ന ഭർത്താവിനെയാണ്. അവർ ഹദീസിന്റെ റിവായത്തിൽ കാണാൻ അവർ പ്രകാരം വിളിച്ചു പറഞ്ഞു, ഹൈബത്തല്ലക്, പടച്ചോനെ കുടുങ്ങിയല്ലോ. ഹൈബത്തല്ലക് എന്ന അറബി വാക്കിന്റെ അർത്ഥം, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അവർ പറയുന്ന വാക്കായിരുന്നു ഹൈബത്തല്ലക്. നമ്മൾ പച്ച മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്താൽ പടച്ചോനെ കുടുങ്ങിയല്ലോ, നിങ്ങൾ ഉറങ്ങിപ്പോയല്ലോ. ഇനി അദ്ദേഹത്തിന് എന്തെങ്കിലും തിന്നാൻ പറ്റുമോ? അദ്ദേഹത്തിന് ഇനി ഒന്നും തിന്നാൻ പറ്റില്ല. ആ പാവം ആ നോമ്പ് തുടർന്നു. പണിയുള്ള ആളല്ലേ. പിറ്റേ ദിവസം ഉച്ച ആയപ്പോഴത്തേക്ക് ആ മനുഷ്യന് താങ്ങാൻ കഴിഞ്ഞില്ല. ആ പാവം ബോധം കെട്ട് മറിഞ്ഞു വീണു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമെ വിവരം അറിയിക്കപ്പെട്ടു. അപ്പോൾ ആ റസൂലിനെ കാട്ടി ആ അടിമയോട് സ്നേഹമുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി, ഉഹില്ല ലക്കും ലൈലത സിയാമിർ റഫതു ഇലാ നിസായിക്കും
ഹുന്ന ലിബാസുൻ ലക്കും വഅൻതും ലിബാസുൻ ലഹുൻ. പിന്നെ വകുലൂ വശ്റബൂ ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബ്യദു മിനൽ ഖൈത്തിൽ അസ്വദി മിനൽ ഫജ്ർ. റസൂലിനെ കാട്ടി ആ അടിമയോട് സ്നേഹമുള്ള അള്ളാഹു ആയത്തിറക്കി. നിങ്ങൾക്ക് യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ. അള്ളാഹു നിങ്ങളെ കഷ്ടപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല, അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇനി രാത്രിയിൽ നിങ്ങൾക്ക് ഭാര്യയുമായിട്ടുള്ള സമ്പർക്കം അനുവദനീയമാണ്. പകല് വെളിവായി വരുന്നത് വരെ നിങ്ങൾക്ക് തിന്നുകയും കുടിക്കുകയും ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട്, അതാണ് 4ാമത്തെ ഘട്ടം. ഇന്നത്തെ ഈ അവസ്ഥയിൽ റമളാൻ മാസത്തിലെ നോമ്പ് നിർബന്ധമാക്കി. അങ്ങനെ അതിനു മുമ്പ് 3 ഘട്ടങ്ങൾ കഴിഞ്ഞിട്ടാണ് 4ാമത്തെ ഘട്ടത്തിൽ ഈ നോമ്പ് നിർബന്ധം. പിന്നെ ഞാൻ അബ്ദുൽ ബാരി ഉസ്താദിന്റെ കൂടെ ഇരുന്നിട്ട് ഈ ഹദീസൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ഉസ്താദ് പറഞ്ഞു, എന്താ അല്ലേ സഹാബാക്കൾ അവർ ബോധം കെട്ട് വീണ്, പക്ഷെ നമുക്കത് ഭയങ്കര ഗുണമായി. ബോധം കെട്ട് വീണിട്ടും കൂലി വാങ്ങിയ അല്ലെങ്കിൽ സ്വർഗം വാങ്ങിയ മഹാന്മാരാ സഹാബാക്കൾ അല്ലെ. നമ്മൾ ജീവൻ കൊടുത്തു സ്വർഗം വാങ്ങി എന്ന് പറയുന്ന പോലെ ബോധം കെട്ട് വീണിട്ടും സ്വർഗം വാങ്ങിയ ആൾക്കാർ. ആ മനുഷ്യൻ ബോധം കെട്ട് വീണതുകൊണ്ടാണ് ആയത്തിറങ്ങിയത്. ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മൾ നോമ്പ് നോൽക്കുന്നത്. ഇന്ന് നമ്മൾ നോമ്പ് നോക്കുമ്പോഴും ഖൈസ് ബിൻ സർമ അൽ അൻസാരി എന്ന് പറഞ്ഞ പേര് പോലും നമ്മൾ മുമ്പ് കേട്ടിട്ടില്ലാത്ത ആ പാവത്തിന് അതിന്റെ കൂലി പോവുക. ഉസ്താദ് പറഞ്ഞൊരു വാക്ക് ഭയങ്കരമായിട്ട് മനസ്സിൽ തട്ടി. അവര് വെന്തുണ്ടായ അപ്പമാണ് ഇപ്പൊ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. ഇന്നത്തെ നല്ല ദീനും ആ ദീനിന്റെ നല്ല സാഹചര്യങ്ങളും ഒക്കെ എന്ന് പറഞ്ഞാൽ ആ സഹാബാക്കൾ വെന്തുണ്ടായ ഒരു അപ്പം പോലെയാണ്. നമ്മുടെ ഡ്യൂട്ടി എന്താ? അതിങ്ങനെ ഇരുന്ന് തിന്നാൽ മതി. പക്ഷെ അതിനുവേണ്ടി വെന്ത് നൊന്തത് ആരായിരുന്നു? ആ മഹാന്മാരെ, ആ സഹാബാക്കൾ. അപ്പൊ ആ സഹാബാക്കളുടെ മഹത്വം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അതുകൊണ്ട് ഒരിക്കലും അവരെ നമ്മൾ ഒരിക്കലും മഹത്വം കുറച്ചാണ്. വലിയ മഹത്വക്കളാണ്, വലിയ മഹാന്മാരാണ്. അപ്പൊ ചുരുക്കി